കുറച്ച് നാൾ ഞാൻ പ്രാർത്ഥിക്കും, പിന്നെ ഞാൻ പ്രാർത്ഥിക്കും. കുറച്ച് നാൾ ഞാൻ വിശ്വസിക്കും, പിന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഈ ഫ്ലക്ച്വേറ്റിംഗ് പരിപാടി നമുക്ക് പറ്റില്ല. അതിന് സ്ഥിരത നമുക്കുണ്ടാകും. ഇത് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 12 മുതൽ വാക്യം. അതിനകത്ത് 14-16 വാക്യങ്ങളാണ് ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. 14-ാമത്തെ വാക്യം ഇതാ പറയുന്നത്: ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് വായിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ചില പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട, ഇത് ഭയങ്കര അർത്ഥമായാണ്. വഖഫ് നിയമത്തിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞില്ലയോ? ഇന്നലെ അന്നേരം തന്നെ ഒരു വെടിക്കെട്ട് അതിന് പുറകെ വന്നത് കേട്ടായിരുന്നോ? ഓർഗനൈസറിൽ ഒരു ന്യൂസ് വന്നത് ആണോ? അത് കേൾക്കുമ്പോൾ അടുത്ത് നമുക്കിട്ട പണി വരാൻ പഠിക്കണ്ട. എന്തിനാ പഠിക്കുന്നത്? അതിനെക്കാട്ടി നല്ല ഗ്രാൻഡ് സാധനം നമ്മളുടെ ഇരിക്കുക ഈ സാധനം. അവിടെയാ ഞാൻ പറയുന്നത്, ഈ നോമ്പ് കാലത്തിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതിനെ നിങ്ങളൊന്ന് വളർത്തി നോക്കിക്കേ. ബാക്കിയൊക്കെ നിങ്ങൾ ചുമ്മാ പുഷ്പങ്ങളുടെ ദൂരെ പറയും. അതെങ്ങനെയാന്ന്? അത് കളഞ്ഞ മനുഷ്യരുണ്ട്. യേശു ജീവിച്ചിട്ട് ഉടനെ കളഞ്ഞ മനുഷ്യരുടെ കാര്യമാണ് വായിക്കുന്നത്. ഒന്ന് പത്രോസ് ആണ് ഒരു ക്യാരക്ടർ. അദ്ദേഹം പറയുന്ന കാര്യം ഇതാ: യേശുവിന്റെ കൂടെ തൊട്ട് ജീവിച്ച ഇതിനെക്കാട്ടി ഹൊറിബിൾ സിറ്റുവേഷൻ ആയിരുന്നു അന്നത്തെ പൊളിറ്റിക്കൽ. യേശു ജീവിച്ചിരുന്ന കാലത്ത് ഇതിനെക്കാട്ടി ഹൊറിബിൾ സിറ്റുവേഷൻ. ക്രിസ്ത്യാനി എന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കഴുത്ത് വെട്ടുക. അവിടെ പിന്നെ നിയമമൊന്നും പാർലമെന്റിൽ പാസ്സാക്കേണ്ട കാര്യമൊന്നുമില്ല. രാജാവ് നിയമം ഇടുക, അന്നേരം തന്നെ കാച്ചി വെക്കുക. ക്രിസ്ത്യാനി കണ്ട കൊന്നു കളഞ്ഞേക്കുക. അല്ലെങ്കിൽ അന്ന് വഴിവിളക്കെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, വഴിവിളക്ക്. നമ്മൾ അതിങ്ങനെ വന്ന് കത്തിച്ചിട്ട് പോകുന്നു എഴുതി. അന്ന് വഴിവിളക്കിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ക്രിസ്ത്യാനികളെ. ഇരുമ്പ് തൂണെ നമ്മൾ കെട്ടി നിർത്തി അങ്ങ് കത്തിച്ചേക്കോ, കുറെ മണിക്കൂറുകളിൽ നിന്ന് അത് കത്തുമുണ്ട്. ജീവനോട് കത്തിക്കുക. ഇത് വേറെ ഒന്ന് 1300 നൂറ്റാണ്ടുകളുടെ കഥയാണ് ഞാൻ പറയുന്നത്. യേശുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് 2000 വർഷം കഴിയുമ്പോൾ ഞാനും നിങ്ങളും ഇത് തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത്. ഭയപ്പെടേണ്ട എന്നാണ് പറയുന്നത്. നോമ്പ് കാലത്ത് ഇത് നമുക്ക് അപ്പൊ പുണ്യം പൂത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ഈ ചങ്കൂറ്റം കയറി കഴിഞ്ഞാൽ ആരോടും നമ്മൾ വഴക്കൊന്നും ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ നമ്മുടേതായ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് വരുത്താൻ പറ്റുന്നത്. പക്ഷേ സുവിശേഷത്തിന് വേറൊരു പണിയുണ്ട്. ഇത് നമ്മൾ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകില്ല. ഭാരതത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ഭാരതത്തിന്റെ മനസ്സാണ് നമ്മൾ കാണുന്നില്ല. ഒരു മതത്തിന്റെ പേരിൽ ഒരു മതത്തിന്റെ രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു തലമുറയിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്.